മറ്റ് എം പിമാരുടെ കൂടെ തന്നെ കെ സുധാകരനും ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. കെ സുധാകരൻ ഇന്ന് പുറത്തേക്ക് വന്നിട്ട് മാധ്യമങ്ങളെ കണ്ട് പറയുന്നത് എന്താണെന്നറിയാമോ? സംഘപരിവാറിലും നല്ല ആളുകളുണ്ട്, അവരെ നമ്മൾ എന്തിനാണ് അങ്ങനെ അകറ്റി നിർത്തുന്നത്? ഏത് മുമ്പേ അവിടെ നിന്ന് ഓടി പുറത്ത് വിട്ടിട്ട് അയാൾ പുറത്ത് വന്നിട്ട് പറയുന്നത്, സുധാകരൻ പറയുന്നത് എന്താ? സംഘപരിവാറിൽ കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെ എതിർക്കാം? അതിലും കൊള്ളാവുന്നവരുണ്ട്, അവരെടുക്കുന്നതിന് എന്താ തടസ്സം? അവരെടുത്തോട്ടെ. ജനാധിപത്യത്തിന്റെ കൊലപാതകം എന്നാണ് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. അങ്ങനെ നടക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് പുറത്തു വന്നിട്ട് പറയാൻ സംഘപരിവാറുകാരൊക്കെ BJP-കാരൊക്കെ നല്ല ആൾക്കാരുണ്ട്, അവർ പാവത്തങ്ങളാണ് എന്നാണ് സുധാകരൻ പറഞ്ഞത്. നമസ്കാരം. 2 ദിവസമായി കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാൻ വേഴ്സസ് SFI എന്ന രാഷ്ട്രീയ യുദ്ധം നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്താണ് അതിൻ്റെ ആന്തരിക പ്രശ്നം എന്നുള്ള ചർച്ച എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചാൽ സാധ്യത വളരെ കുറവാണ്. അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്താണ് പ്രശ്നം? ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന തൻ്റെ പദവി ഉപയോഗിച്ച് BJP-ക്ക് വേണ്ടി നുഴഞ്ഞു കയറി പണിയെടുക്കുന്നു എന്നുള്ളതാണ് അതിലെ അടിസ്ഥാനപരമായ പ്രശ്നവും ആരോപണങ്ങളും. അനന്തര ഫലം എന്താണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് കോൺഗ്രസ് മെല്ലെ മാറി നിൽക്കുന്നു. ഗവർണർക്ക് അനുകൂലമായ നിലപാട് അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. ദേശീയതലത്തിൽ കോൺഗ്രസ് ഇതര സർക്കാരുകളുടെ എല്ലാം, സംസ്ഥാന സർക്കാരുകളുടെ എല്ലാം അധികാരത്തെ കവർന്നുകൊണ്ട് ഗവർണർമാർ ഇടപെടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ്, കോൺഗ്രസും അതിൻ്റെ മുൻപന്തിയിൽ എതിർപ്പുമായി രംഗത്ത് വരുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പമാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ അവർ പറയുന്നത് എന്താ? ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഭയങ്കരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നവർ പറയുന്നുണ്ട്. അവർ അതിനനുസരിച്ചുള്ള പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. രണ്ടാളും നാടകമാണ് കളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നാടകമാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്നാൽ പിന്നെ രണ്ടാളുടെയും നാടകം പൊളിക്കുന്ന പ്രസ്താവനകളോ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഒക്കെ പുറത്തു വരികയാണ് വേണ്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പം നിൽക്കുകയാണോ എന്നുള്ള സംശയം പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇന്ന് ഈ സാഹചര്യത്തിൽ എന്താണ് കോൺഗ്രസ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള 3 സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു ചിന്തയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിൻ്റെ 3 രാഷ്ട്രീയ പ്രവർത്തനം. ഒന്നാമത്തേത് KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. രണ്ടാമത്തേത് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. മൂന്നാമത്തേത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗംഭീര രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ 3 രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്ന് കണ്ടുവരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടും. അതിന് നമ്മൾ അവരെ അഭിനന്ദിക്കും. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം ഡൽഹിയിൽ നിന്ന് തുടങ്ങാം. ഡൽഹിയിൽ പാർലമെൻറ്റിൽ ഭയങ്കരമായ പ്രശ്നം നടക്കുകയാണ്. പാർലമെൻറ്റിൽ ഏകദേശം പ്രതിപക്ഷത്തെ എല്ലാവരെയും പുറത്താക്കിയിരിക്കുകയാണ്. എന്തിനാ? പാർലമെൻറ്റിൽ മറ്റേ പുകയാക്രമണം നടന്ന സമയത്ത് അതിൻ്റെ തുടർച്ചയായി പാർലമെൻറ്റിന് സുരക്ഷ തന്നെ കൈവിട്ടുപോയ സാഹചര്യം ഉണ്ടായി. പ്രധാനമന്ത്രിയോ ആഭ്യന്തര മന്ത്രിയോ പാർലമെൻറ്റിലെത്തി ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തെ അംഗങ്ങളെ ഓരോരുത്തരെയായിട്ട് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 150 ആളെ പുറത്താക്കിയിരിക്കുകയാണ് BJP സർക്കാർ. അതായത് അത്രമാത്രം ഇന്നത്തെ ഹിന്ദു പത്രത്തിൻ്റെ തലക്കെട്ടൊക്കെ പറയുന്നത് പോലെ മർഡറാണ് നടക്കുന്നത്, ഡെമോക്രസിയുടെ മർഡറാണ് നടക്കുന്നത്, കൊലപാതകമാണ്, ജനാധിപത്യത്തിൻ്റെ കൊലപാതകമാണ് നടക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ സാഹചര്യം. അങ്ങനെ BJP സർക്കാർ പ്രതിപക്ഷത്തെ വായ്മൂടി കെട്ടുന്നതിനും യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ നടന്നത് എന്താണ് എന്നുള്ള ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിലേക്ക് കടന്നു വരികയും ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടുന്ന് കെ സുധാകരനും ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. മറ്റ് എം പിമാരുടെ കൂടെ തന്നെ കെ സുധാകരനും ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. കെ സുധാകരൻ ഇന്ന് പുറത്തേക്ക് വന്നിട്ട് മാധ്യമങ്ങളെ കണ്ട് പറയുന്നത് എന്താണെന്നറിയാമോ? സംഘപരിവാറിലും നല്ല ആളുകളുണ്ട്, അവരെ നമ്മൾ എന്തിനാണ് അങ്ങനെ അകറ്റി നിർത്തുന്നത്? ഏത് മുമ്പേ അവിടെ നിന്ന് ഓടി പുറത്ത് വിട്ടിട്ട് അയാൾ പുറത്ത് വന്നിട്ട് പറയുന്നത്, സുധാകരൻ പറയുന്നത് എന്താ? സംഘപരിവാറിൽ നല്ല ആളുകളുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഒന്നല്ല. ഗവർണർ സംഘപരിവാറുകാരെ നിയമിച്ചാൽ എന്താണ് പ്രശ്നം? CPM ആണ് പ്രശ്നം. സംഘപരിവാറുകാർ പാവത്തങ്ങൾ അങ്ങനെ നിന്നാൽ എന്താണ് പ്രശ്നമെന്ന് കെ സുധാകരൻ ചോദിക്കുകയാണ്. കെ സുധാകരൻ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം കേട്ടെൻ്റെ ഞാനിങ്ങനെ തലയിൽ കൈവച്ചു പോയി. ഇമാതിരി ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണി എന്നെല്ലാം പറഞ്ഞ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തെ KPCC പ്രസിഡന്റ് പാർലമെൻറ്റിൽ നിന്ന് ഈ ഏകാധിപത്യവും ജനാധിപത്യത്തിൻ്റെ കൊലപാതകം എന്നാണ് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. അങ്ങനെ നടക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് പുറത്തു വന്നിട്ട് പറയാൻ സംഘപരിവാറുകാരൊക്കെ BJP-കാരൊക്കെ നല്ല ആൾക്കാരുണ്ട്, അവർ പാവത്തങ്ങളാണ് എന്നാണ് സുധാകരൻ പറഞ്ഞത്. പിന്നെന്താ പറയുന്നത്? ഈ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തു എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ പ്രശ്നം.
ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യമായി തേങ്ങ ഉടക്കുന്നത് കേരള സർവകലാശാലയിലെ സെൻറ്ററിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു, കാലിക്കറ്റിൽ ഇടപെടൽ നടത്തുന്നു, ആരെയൊക്കെയോ അവിടെ ഏർപ്പാടാക്കുന്നു. കേരളയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആരോപണം 17 ആളുകളിൽ 2 പേർ കോൺഗ്രസ്സുകാരാണ്, അതുകൊണ്ടാണ് അവർ മിണ്ടാത്തത് എന്നുള്ളതാണ് ആരോപണം. ബാക്കിയുള്ളവർ BJP എന്നുള്ളതാണ് ഒരു ആരോപണം. കാലിക്കറ്റിലും ഏകദേശം സമാനമായ ആരോപണങ്ങളുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ സെനറ്റിലേക്കുള്ള ഈ കാവ്യവൽക്കരണത്തിൻ്റെ നീക്കം. അതൊന്നും എല്ലാവരെയും തുല്യമായിട്ടാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, സംഘപരിവാർ ഒരു മോശമൊന്നുമല്ല എന്ന് പറയുന്നത്. സംഘപരിവാർ അനുകൂലികളും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്, സംഘപരിവാർ മാത്രമായതുകൊണ്ട് ഞങ്ങൾ എതിർക്കില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത്? BJP അനുകൂല ആളുകളെ നോമിനേറ്റ് ചെയ്തതിനെ എതിർക്കുന്നില്ല, അതിലെന്താണ് തെറ്റുള്ളത്? അവിടെയും നല്ല ആളുകളുണ്ട്, പാർലമെൻറ്റിൽ കണ്ടില്ലേ, അതുപോലത്തെ നല്ല ആളുകളുണ്ട്, അവരെ എടുക്കാം. അതിലെന്താണ് തടസ്സം? സംഘപരിവാറിൻ്റെ ആളുകളെ മാത്രം വയ്ക്കുകയാണെങ്കിൽ വിമർശിക്കാം, ഞങ്ങൾക്കൊന്നും തരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം. ഇത് പക്ഷേ അങ്ങനെയല്ലോ, സംഘപരിവാറിൻ്റെ ആളെയും വെക്കുമ്പോൾ ഞങ്ങളെയും വെക്കുന്നുണ്ടല്ലോ. സംഘപരിവാറിൽ നല്ലവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എതിർക്കില്ല. കോൺഗ്രസ്സിലും പറ്റിയ ഒരുപാട് പേരുണ്ട്, എല്ലാവരും എടുക്കാൻ പറ്റില്ല, പറ്റുന്നവരെടുക്കുമ്പം ഞങ്ങൾ അതിനെയും സ്വീകരിക്കും. കുറച്ച് സംഘപരിവാറുകാർ, കുറച്ച് ഞങ്ങൾ കോൺഗ്രസ്സുകാർ എടുക്കുമ്പം അതിന് സ്വീകരിക്കും. ഗവർണറുടെ തീരുമാനങ്ങൾ എന്തു തന്നെയായാലും ഞങ്ങൾ എതിർക്കില്ല, ഞങ്ങൾ ഗവർണർക്കെതിരല്ല, സർക്കാരിനെതിരാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് ഗവർണർ ആരാ നമുക്കറിയാലോ, ഈ പറഞ്ഞ സുധാകരൻ അവിടെ നിന്ന് പുറത്തുവിട്ട തലതൊട്ടപ്പന്മാരുടെ ഉപകരണമാണ് ഗവർണർ. അങ്ങനെയാണ് കെ സുധാകരൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി കെ സുധാകരൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് വേണ്ടി വന്നാൽ ഞാൻ BJP-യിൽ പോകും, ആരാണ് ചോദിക്കാൻ എന്ന് പറയുന്ന ഒരു ഭാഗം. പിന്നെ CPM-ൽ നിന്ന് രക്ഷിക്കാൻ സംഘപരിവാറിൻ്റെ ശാഖയ്ക്ക്, RSS ശാഖയ്ക്ക് കാവൽ നിന്ന അഭിമാനപൂർണ്ണമായ ഭൂതകാലത്തെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞ ആ പ്രസംഗം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നെ മറ്റ് ചില കാര്യങ്ങളാണ്, സാഹചര്യം വേറെയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇന്ന് പറഞ്ഞത് നിലവിലെ സമകാലിക രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ, ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മാതൃകാപരമായ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. KPCC പ്രസിഡൻറ്റിൻ്റെ സംഘപരിവാർ രാഷ്ട്രീയ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനം. കെ സുധാകരൻ പറഞ്ഞില്ലേ, സംഘപരിവാറിൻ്റെ ആൾക്കാർ കൊള്ളാവുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചില്ലേ. കേരള യൂണിവേഴ്സിറ്റിയിലെ കാര്യം മാത്രം നമുക്കൊന്ന് നോക്കിയാലോ. യൂണിവേഴ്സിറ്റി സെൻറ്ററിലേക്ക് സർവകലാശാല കൊടുത്ത ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ BA മ്യൂസിക് 1ാം റാങ്കുകാരി, BA ഹിസ്റ്ററി റാങ്ക് ഹോൾഡർ, കായിക ഇനത്തിൽ സംസ്ഥാന തലത്തിൽ മെഡൽ നേടിയ വിദ്യാർത്ഥി തുടങ്ങി ആർട്സ്, സ്പോർട്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് ഇങ്ങനെ 4 മേഖലകളിലെ ഉയർന്ന യോഗ്യതയുള്ള മിടുക്കരായ വിദ്യാർത്ഥികളെയാണ് ഇവിടെ പാനലാണ് സമർപ്പിച്ചത്. അവരെ വെട്ടി, അത് അതിൻ്റെ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ഈ റാങ്ക് ഹോൾഡേഴ്സിനെ 1ാം റാങ്ക് അത് സാധാരണ നിയമിക്കുന്നതാണ്. അവരെ വെട്ടി. എന്നിട്ട് ചാൻസലർ എന്താ ചെയ്തത്? ലിസ്റ്റിലേക്ക് പുതിയ ആളുകളെ തിരികെ വിട്ടു. പരീക്ഷാ ഫലം പോലും വരാത്ത ABVP നേതാവ്, ബോഡി ബിൽഡറായ മറ്റൊരു ABVP നേതാവ്, മ്യൂസിക്കിൽ കോളേജ് മത്സരങ്ങളിൽ പങ്കെടുത്ത് യോഗ്യതയുള്ള ABVP നേതാവ് തുടങ്ങി ഒട്ടും യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചു, അദ്ദേഹം പുറത്തിറക്കി. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് SFI ഈ ഹൈക്കോടതിയിൽ പോയി. അതുകൊണ്ടാണ് ഈ 4 പേരുടെ പട്ടിക ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം. സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരുടെ, തിരഞ്ഞെടുത്തല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശിച്ച 4 പേരുടെ കഥ ഇങ്ങനെയാണ്. ഈ 4 പേരുടെ ഒക്കെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സംഘപരിവാറിൽ കൊള്ളാവുന്ന ആൾക്കാരുടെ BJP-യിൽ അവരൊക്കെ നിയമിക്കുന്നതിന് എന്താണെന്ന് ചോദിച്ചു. ഇതേപോലെ തന്നെയാണ് മുതിർന്ന ആളുകളുടെ കാര്യത്തിലും. എന്തായാലും 4 ആളുടെ കാര്യത്തിൽ ഹൈക്കോടതി നിലവിൽ തൽക്കാലത്തേക്ക് ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി എന്താണെന്ന് നമുക്കറിയില്ല. ചാൻസലറാണല്ലോ ഗവർണർ, മൂപ്പർക്ക് എന്തും വേണം ചെയ്യാലോ. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, സംഘപരിവാർ കൊള്ളാം എന്ന് പറയുന്ന KPCC പ്രസിഡന്റിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നമ്മൾ കണ്ടത്. പ്രസിഡന്റ് ഇങ്ങനെയാണെങ്കിൽ വൈസ് പ്രസിഡന്റിൻ്റെ കാര്യം എന്തായിരിക്കും? വൈസ് പ്രസിഡന്റ് കെങ്കേമനാണ്. പ്രസിഡന്റ് കേമനാണെങ്കിൽ വൈസ് പ്രസിഡന്റ് കെങ്കേമനാണ്, സാക്ഷാൽ VT ബൽറാം. VT ബൽറാം സമീപകാലത്ത് ഒരു പ്രസ്താവന ഇറക്കിയത് പാലസ്തീൻ ഇഷ്യൂ ഉള്ള സമയത്താണ്. പലസ്തീനും ഇസ്രായേലും നിർത്തണം, പരിപാടി നിർത്തണം എന്ന് പറഞ്ഞിട്ട്, ഇസ്രായേൽ നിർത്തണമെന്നല്ല, 2 ആളും പരിപാടി അവസാനിപ്പിക്കണം, അങ്ങനെ സമാധാനം കൈവരുത്താൻ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അത് വലിയ വിവാദമായി. ലീഗിലെ ആളുകൾ തന്നെ അതിന് എതിർപ്പുമായി രംഗത്തെത്തി. ഫാത്തിമ തെഹ്ലിയൊക്കെ എതിർപ്പുമായി രംഗത്തെത്തി. നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊന്നും പോയാൽ വേറെ പരിപാടിയൊന്നും കാണില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുരംഗത്തായതുകൊണ്ട് ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും അദ്ദേഹം കടുത്ത സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയക്കാരനാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമകാലികമായ പ്രശ്നങ്ങളിലൊക്കെ കടുത്ത നിലപാട് ഫേസ്ബുക്കിലിടണം എന്ന് വെച്ചാൽ മൂപ്പർക്ക് നടക്കില്ല. പക്ഷേ KPCC പ്രസിഡന്റ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് VT ബൽറാമിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ കേരളത്തിലെ SFI ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തുന്ന സമരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് രാഷ്ട്രീയമായ വലിയ ചർച്ചകൾക്ക് ഇടവരുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ച് VT ബൽറാം ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിറങ്ങി തിരിച്ചു. എന്താണെന്നറിയോ?
തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ SFI ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വെച്ച ബോർഡിൽ എന്തോ ഇംഗ്ലീഷ് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് അത്രേ. എന്നിട്ട് VT ബൽറാം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് അതിലേക്ക് കേന്ദ്രീകരിച്ച് കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം നടത്തി. അദ്ദേഹം പോസ്റ്റ് ഇട്ടു. എന്താണെന്നറിയോ, ഈ തൃശ്ശൂരെ പ്രശ്നം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. തൃശ്ശൂർ എന്തെന്ന് വെച്ചാൽ ഈ ആ പരിപ്പിട വേവില എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിനെ ഇംഗ്ലീഷിലാക്കിയിട്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിക്കാൻ അവർ SFIക്കാർ ഒരു ബോർഡ് എഴുതി, ഒരു ബാനർ. യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ ബ്ലഡി സംഘി ഖാൻ എന്നാണ് അവരെഴുതിയത്. അപ്പം ഈ പദാനുപദ തർജ്ജിമ വെച്ചിട്ടാണ് അവർ ബോർഡ് എഴുതിയത്. അപ്പോൾ അതിലെ ഗ്രാമർ ശരിയല്ല, അങ്ങനെയൊന്നുമല്ല എന്നുള്ളത് വലിയ ചർച്ചയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടെന്നല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയാണ്. ചാനലിൽ വരെ ചർച്ച ചെയ്യും. എന്നാൽ ഏഷ്യാനെറ്റിൽ ഫുള്ള് വിനു വി ജോണിൻ്റെ ചർച്ചയിൽ ജയശങ്കർക്കും ഒക്കെ കൂടി ഇതന്നെയാണ് ചർച്ച. ഇത് ഭയങ്കര രാഷ്ട്രീയ പ്രശ്നമാണല്ലോ ഇത് കേരളത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ഗ്രാമർ അറിയാത്ത ആൾക്കാർ. പിന്നെ അവിടെ മുമ്പ് ഡോക്ടർ ആർ ബിന്ദു അവിടെ അധ്യാപികയായിരുന്നു. അതുകൊണ്ട് മൊത്തം ആർ ബിന്ദുവിൻ്റെ തലയിലാണ് വെച്ചിട്ടുള്ളത്. ആർ ബിന്ദുവിൻ്റെ കോളേജിൽ ഇങ്ങനെ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് അറിയാത്തത് ഭയങ്കര മോശമാണല്ലോ. അപ്പോൾ ഇതിന് നമ്മുടെ VT ബൽറാം അതിന് ബലമേകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുത്ത് ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇതിനെ പരിഹസിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കി. എന്താണെന്നറിയാം, ഓരോന്നിനും ട്രാൻസ്ലേഷൻ. നീ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള മലയാളത്തിന് യു വോണ്ട് ഡു എനി ഡ്രൈ ജിഞ്ചർ എന്ന് അടിച്ചു. രണ്ടാമത് നിൻ്റെ അടവ് ഇവിടെ നടക്കൂല, യുവർ ഇൻസ്റ്റാൾമെൻറ്റ് വിൽ നോട്ട് വാക്ക് ഹിയർ എന്നുള്ളതാണ് അതിന് അദ്ദേഹം കണ്ടെത്തിയത്. മൂന്നാമത്തേത് നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, യു ആഡ് നോ ആറ്റ് എന്നുള്ളതാണ്. പിന്നെ യു ഡോണ്ട് ടെൽ എനി ഗ്രാസ്, നീ ഒരു പുല്ലും പറയണ്ട എന്നുള്ളതാണ് അടുത്തത്. യു ഡോണ്ട് ടെൽ എനി ഗ്രാസസ്, യു ബണ്ടിൽ യുവർ ബണ്ടിൽ, നിന്നെ കെട്ടിക്കും എന്നുള്ളതാണ്. 2, 4, 5 കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഗംഭീരമാണ്, സിനിമയിലൊക്കെ പറ്റിയ കോമഡി ഐറ്റമാണ്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം ആണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു രസകരമായ സാഹചര്യം. എന്തായാലും VT ബൽറാമിന് വലിയ നർമ്മബോധമുണ്ട് എന്നിത് തെളിയിക്കും. കോൺഗ്രസിൻ്റെ KPCCയുടെ വൈസ് പ്രസിഡന്റ് തന്നെ നേതൃത്വത്തിൽ ഇമാതിരി ഇംഗ്ലീഷുകാർക്ക് കെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനാണ് അദ്ദേഹം SFIക്കാരെ യു ബണ്ടിൽ യുവർ ബണ്ടിൽ, നിന്നെ ഇവിടുന്ന് കെട്ടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ VT ബൽറാം രംഗത്തിറങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ഒരു വലിയ രാഷ്ട്രീയ സംഭവ വികാസം നടക്കുമ്പോൾ ബോർഡിൽ അക്ഷരത്തെറ്റ്, ബോർഡിൽ പ്രയോഗത്തിൽ ഗ്രാമർ മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ KPCCയുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. എന്താണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ആരിഫ് മുഹമ്മദ് ഖാനൊപ്പമാണോ? SFIക്കൊപ്പം എന്തായാലും നിൽക്കില്ലല്ലോ. ഇതിന് രണ്ടാൾക്കും എതിരാണോ? ആണെങ്കിൽ തന്നെ ഒരു വലിയ കാര്യം പറയുന്നതിന് പകരം ഒരു ഡാലിൻ്റെ ഗ്രാമർ മിസ്റ്റേക്ക് പറഞ്ഞുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. എന്തായാലും VT ബൽറാമിനൊക്കെ പറ്റിയൊരു മറുപടി ആർഷോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ കോമഡി. കൊണ്ടുപോടാ നിൻ്റെ ആഖ്യയും ആഖ്യാതാവും എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രയോഗം അദ്ദേഹം ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. കൊണ്ടുപോടാ നിൻ്റെ ആഖ്യയും ആഖ്യാതാവും വൈക്കം മുഹമ്മദ് ബഷീർ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് മൂന്നാമത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാരാണ് നടത്തിയത്. അതായത് കാസർഗോഡ് മുതൽ എന്തിനാണെന്നറിയാതെ കരിങ്കൊടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും. പാവങ്ങൾ കഷ്ടപ്പെട്ട് കരിങ്കൊടി കാണിക്കുന്നുണ്ട്. എന്താ മുദ്രാവാക്യം ആർക്കും അറിയില്ല. നവകേരള സദസ്സ് എവിടെ പോകുന്നു അവിടെ നിന്ന് കരിങ്കൊടി കാണിക്കും. നാളത്തെ കരിങ്കൊടി ഇന്നത്തെ കരിങ്കൊടിക്ക് കിട്ടിയ അടീൻ്റെ പ്രതിഷേധമായിട്ടാണ് പോവുക. അപ്പോൾ അവർ പറയും, VD സതീശനൊക്കെ പറയും, ഞങ്ങളെ കുട്ടികളെ തൊട്ടാൽ ഞങ്ങളും ഇറങ്ങും, ഞങ്ങളും രക്ഷാപ്രവർത്തനം നടത്തും എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലമായിട്ട് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാട്ടിലെത്തിയപ്പോഴാണ് അവരുടെ രക്ഷാപ്രവർത്തനം ഒരു കാര്യത്തിലെത്തിയത്. അവർ വലിയ വടിയും കുട്ടയൊക്കെയായിട്ട് ഇവർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസിനെതിരെ വരുന്ന DYFIക്കാരെ അടിക്കാൻ വേണ്ടി റെഡിയായി നിന്നു. എന്നിട്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് തിരിച്ചടിച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനാണല്ലോ നമ്മൾ അടിക്കുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, ജീവൻ രക്ഷാസേന, ഇഫ് യു ഗിവ് ഗെറ്റ് ഇൻ കൊല്ലം എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇംഗ്ലീഷിലിട്ടിരിക്കുന്നത്. ഇഫ് യു ഗിവ് ഗെറ്റ് ഇൻ കൊല്ലം. അതിലിനി ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഒരു വിഷയമല്ലല്ലോ. അത് VT ബൽറാം ആണെങ്കിലേ അതൊക്കെ നോക്കുള്ളൂ. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞോട്ടെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണ്. ഇങ്ങനെ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അവസാനം DYFIക്കാർ ഓടിച്ചു. എന്തായാലും ഇത്രയും കുറേ അടി കൊണ്ടാണ്, അപ്പോൾ തിരിച്ചു കൊടുക്കാൻ അവർക്കൊരു അവസരമാണ്. അവരെന്തായാലും ഗംഭീരമാക്കി. ഇനി കുറേ ആയല്ലേ പറയുന്നത്. ഒരു KM മുരളീധരൻ ഇന്നും കൂടിയും പറഞ്ഞതേ ഉള്ളൂ, ഈ പറയുന്നതൊന്നും പോരാ, അടിക്കുന്നില്ലല്ലോ എന്നുള്ള നിലയിൽ KM മുരളീധരൻ പറഞ്ഞതേ ഉള്ളൂ. VD സതീശൻ പ്രസ്താവന മാത്രം ഇറക്കിയിട്ട് പോവുകയാണ്. ആരും DYFIക്കാർ അടിക്കാൻ വരുമ്പോൾ തിരിച്ചടിക്കുന്നില്ല, അടി കൊണ്ടിട്ട് പോവുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ ഇതിനിറങ്ങി തിരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഈ നവകേരള സദസ്സ് 13ാമത്തെ ജില്ലയിലെത്തിയപ്പോൾ ഒരടി തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇഫ് യു ഗിവ് ഗെറ്റ് ഇൻ കൊല്ലം. അങ്ങനെ കോൺഗ്രസിൻ്റെ 3 രാഷ്ട്രീയ പ്രവർത്തനം
സുപ്രധാനമായ 3 രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ കണ്ടു. ഇമാതിരി രാഷ്ട്രീയ പ്രവർത്തനവുമായി ഇനിയും കോൺഗ്രസ് മുന്നോട്ട് വരട്ടെ, നമ്മുടെ കേരളം രക്ഷപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.